ജയിക്കും, 100% ജയിക്കും. 100% കോൺഫിഡൻസ്. 100% ജയിക്കും. എക്സിറ്റ് പോളുകൾ പറയുന്നത് BJP എടുക്കുമെന്നാണ്. നിങ്ങളിപ്പോൾ എക്സിറ്റ് പോളിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ അതിനുള്ള മറുപടിയില്ല പറഞ്ഞു, ഞാൻ 100% ജയിക്കുന്നുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും ജയിച്ചു. ഇത്തവണ എത്ര മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ്. ആ 7 മണ്ഡലങ്ങളിൽ എക്സിറ്റ് പോളിൽ എത്ര സീറ്റ് ജയിക്കുന്നു പറഞ്ഞത് ഓർമ്മയുണ്ട? ഈ ജയിച്ചു എന്ന് പറഞ്ഞ 7 മണ്ഡലങ്ങളിൽ എക്സിറ്റ് പോളിൽ ജയിക്കുന്ന മണ്ഡലമായിരുന്നില്ല. മിക്കവാറും മണ്ഡലങ്ങൾ തോൽക്കുന്നു പറഞ്ഞ മണ്ഡലങ്ങളായിരുന്നു. അതാണ് എക്സിറ്റ് പോളിനെ പറ്റിയുള്ള എൻ്റെ മറുപടി. അപ്പോൾ ഇവിടെ പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ള 7 അസംബ്ലി മണ്ഡലങ്ങൾ LDF ജയിച്ച മണ്ഡലങ്ങളാണ്. അപ്പോൾ LDFൻ്റെ ജനകീയ പിന്തുണ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അതിൻ്റെ അടിത്തറയാണ് അത് സൂചിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ലോക്കൽ ബോഡി ഇലക്ഷനിലെല്ലാം 99% ഇലക്ഷന് എല്ലാം പഞ്ചായത്തുകളും LDFൻ്റെ പഞ്ചായത്തുകളാണ്. ഈ സാഹചര്യങ്ങളാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജയത്തിനുള്ള ആധാരമായി ഞങ്ങൾ പറയുന്നൊരു കാര്യം. പിന്നെ അതിന് ആ ഒരു ജനകീയ അടിത്തറ അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള ജനകീയ പിന്തുണ അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഞങ്ങളുടെ രാഷ്ട്രീയ പിന്തുണയ്ക്ക് തകർച്ച സംഭവിക്കാവുന്ന ഒന്നും ഈ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് പിന്നെ പോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള പെർസെൻറ്റേജിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോഴും ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾ നന്നായി പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയുടെ യാതൊരു അടിസ്ഥാനമില്ല. ഞങ്ങൾ 100% ഞങ്ങൾ ജയിക്കും. ഈ തൃശ്ശൂരിൽ ക്രോസ് വോട്ടിംഗ് നടന്നു എന്നുള്ള ആരോപണത്തിൽ ഇപ്പോഴും UDF ഉറച്ചു ചെയ്യുകയാണ്. ഇന്നത്തെ കൂടി ഉറച്ചു നിന്നോട്ടെ, അവർ ഇന്നത്തെ കൂടെ ഉറച്ചു നിൽക്കാമല്ലോ. നാളെ നമുക്ക് കാണാം. ഭൂരിപക്ഷം കൂടി വിലയിരുത്തിയിട്ടുണ്ടോ? അല്ല, ഭൂരിപക്ഷം നല്ല കംഫർട്ടബിൾ ഒരു മാർജിനിൽ ജയിക്കും. കംഫർട്ടബിൾ മാർജിൻ ഉണ്ടാകും. ഈ പൂരവിവാഹത്തിന് ശേഷമുള്ള ഏതെങ്കിലും രീതിയിൽ അടിയൊഴുക്കുകൾ നടന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആശങ്ക ഉണ്ടോ LDFന്? പൂരത്തിൻ്റെ കഥ പറഞ്ഞ് കണ്ടു കളഞ്ഞല്ലേ. പൂരത്തിൽ അപകടം സംഭവിച്ചില്ലല്ലോ, അതിൽ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും. എന്തായാലും തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ഉള്ളത്. ഇത്തവണ 7 മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 7 മണ്ഡലങ്ങളിലും ലീഡ് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ക്യാമറമാൻ ജിബിൻ തോമസിനൊപ്പം SS ശരൺ, മീഡിയ 1.